ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ സാമ്പാറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നമുക്ക് ചിക്കൻ ക്രിസ്പി ആയിട്ട് വറുത്തെടുത്താലോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 4 പച്ചമുളക്, ഒരല്പം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മൾ ചെറുതാക്കി കഴുകി അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ്, പുതിന, കരിവേപ്പിൻ്റെ ഇല, പിന്നെ നമ്മൾ നല്ല കട്ട തൈര് ആണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചിടാം. അപ്പോഴാണ് മറന്നത് നമ്മൾ ഇതിലേക്ക് ഗ്രാമ്പും അതുപോലെ തന്നെ പട്ടയും കൂടെ ചേർക്കാൻ മറന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു കഷ്ണം കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതാ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ ചിക്കനിലേക്ക് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ 1 മണിക്കൂറോളം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴേ നമുക്കത് ചിക്കനിലേക്ക് അതിൻ്റെ എരിവും മസാലയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് നമ്മളിത് വറുത്ത് കോരിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ക്രിസ്പി ആകുന്നതിന് വേണ്ടി നമുക്കങ്ങനെ കുറച്ച് സമയം വെന്തതിന് ശേഷം പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും 1-2 പ്രാവശ്യം നമുക്കങ്ങനെ വേവിച്ചെടുക്കട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ക്രിസ്പിയായി കിട്ടും. നല്ല ടേസ്റ്റിയാണ്, സ്പൈസി അതിനെക്കൊണ്ട് തന്നെ നല്ല മണവും കൂടിയാണ് കേട്ടോ. അപ്പം ഇതുവരെ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളിയാണ് കേട്ടോ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ. അപ്പോഴാണ് നമ്മളെ ഇവിടുത്തെ ചെറിയ പെങ്ങളെ കുട്ടികളും എൻ്റെ ആങ്ങളേൻ്റെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് അവരും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ മുഴുവനായിട്ട് നമ്മൾ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പം ഇതാ നമ്മുടെ ചിക്കൻ ക്രിസ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം പിടിക്കും ഇങ്ങനെ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അടുപ്പത്താവുമ്പോൾ അങ്ങനെ സാവധാനത്തിൽ ക്രിസ്പിയായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടുപ്പത്ത് തന്നെ പാചകം ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പി ഇലയിലാട്ടോ അവർ കഴിച്ചത്. ഏകദേശം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ, സീ യു.